വി.ഡി. സതീശന്റെ മുഖ്യമന്ത്രി പദം മധുരനൊമ്പരമായി പല്ലശ്ശേന ഒഴിവുപാറ 9 വയസ്സുകാരി വിനോദിനിക്ക് ചികിത്സാ പിഴവിനെ തുടർന്ന് കൃത്രിമ കൈ പിടിപ്പിക്കാൻ സഹായം നൽകിയത് വി.ഡി. സതീശനായിരുന്നു. വി.ഡി. സതീശന്റെ മുഖ്യമന്ത്രി പദം വിനോദിനി ലഡു വിതരണം ചെയ്താണ് ആഘോഷിച്ചത്. വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നതായും ആരോഗ്യമേഖലയെ ആരോഗ്യത്തോടെ സംരക്ഷിക്കുമെന്നും വിനോദിനിയുടെ അമ്മ പറഞ്ഞു. തൻ്റെ ജീവിതത്തിൽ കരുതലും കൈത്താങ്ങുമായി കൂട്ടുകൂടിയ വി.ഡി. സതീശനെങ്കിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായതിൻ്റെ സന്തോഷം ലഡു വിതരണം ചെയ്താണ് വിനോദിനി പ്രകടിപ്പിച്ചത്. പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ ചികിത്സാ പിഴവിനെ തുടർന്ന് കൈ നഷ്ടപ്പെട്ട വിനോദിനിയെ ആരോഗ്യവകുപ്പും സർക്കാരും തിരിഞ്ഞു നോക്കിയില്ല. സംഭവം വാർത്തകളിലൂടെ അറിഞ്ഞ അന്നത്തെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ കൊച്ചി അമൃത ആശുപത്രിയിൽ വിദഗ്ധ ചികിത്സ ഏർപ്പാടാക്കി കൃത്രിമ കൈ പിടിപ്പിച്ചു നൽകുകയായിരുന്നു. കളിക്കിടെ വീണ് കൈയിന് പരിക്കേറ്റ വിനോദിനിയുടെ കൈ മുറിച്ചു മാറ്റേണ്ടി വന്നത് ചികിത്സാ പിഴവിനെ തുടർന്നായിരുന്നു. വീഴ്ച വരുത്തിയ ഡോക്ടർമാർക്കെതിരെ നടപടിയെടുക്കാനോ വിനോദിനിക്ക് സൗകര്യമൊരുക്കാനോ LDF സർക്കാർ തയ്യാറായില്ല. വി.ഡി. സതീശന്റെ നേതൃത്വത്തിൽ വിനോദിനിക്ക് സ്വപ്ന ഭവനം ഒരുങ്ങാൻ പോകുന്ന പല്ലാവൂർ ജംഗ്ഷനിൽ കോൺഗ്രസ് നേതാക്കളോടും പ്രവർത്തകരോടും ഒന്നിച്ചാണ് മധുര വിതരണം ചെയ്തത്. യൂത്ത് കോൺഗ്രസ് നെന്മാറ നിയോജകമണ്ഡലം പ്രസിഡന്റ് മനു പല്ലാവൂർ, പല്ലശ്ശന മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് PS രാമനാഥൻ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് KP പ്രഭാകരൻ, മുൻ DCC അംഗം ദാസ് പല്ലാവൂർ, മനോജ് പല്ലാവൂർ, കുമാരൻ പല്ലാവൂർ, വിഷ്ണു പ്രസാദ്, പ്രവീൺ S, വിനോദിനിയുടെ മാതാവ് എന്നിവർ പങ്കെടുത്തു. വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാകുമെന്ന് പ്രതീക്ഷിച്ചുവെന്നും ആരോഗ്യമേഖലയെ ആരോഗ്യത്തോടെ സംരക്ഷിക്കുമെന്നും വിനോദിനിയുടെ അമ്മയും പറഞ്ഞു. മനസ്സിൽ വിചാരിച്ചു തന്നെയായിരുന്നു. കാരണം നമുക്ക് സാറ് തന്നെ ഒരു CM ആയിട്ട് വരണം നമുക്കൊരു ആഗ്രഹമുണ്ടായിരുന്നു. വന്നു സാറ്, അതുകൊണ്ട് ഭയങ്കര സന്തോഷമുണ്ട് ഞങ്ങൾക്ക്. ഓക്കെ, ഇതുപോലെ തന്നെ ഒരുപാട് മക്കൾക്ക് കൈത്താങ്ങാകാൻ കഴിയട്ടെ എന്നുള്ളതായിരിക്കും അല്ലേ? ഈ പ്രശ്നങ്ങളില്ലാതിരിക്കട്ടെ. അതെ, ഇനി നല്ലപോലെ ഭരിക്കാൻ കഴിയട്ടെ സാറിനെ. വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായതിൽ കോൺഗ്രസ് നേതാക്കളും സന്തോഷം പങ്കുവച്ചു. കഴിഞ്ഞ 5 വർഷക്കാലം പ്രതിപക്ഷ നേതാവായിട്ട് ഇവിടുത്തെ എല്ലാ ആളുകളെയും ഐക്യ ജനാധിപത്യ മുന്നണിയിൽപ്പെട്ട എല്ലാ ആളുകളെയും ഒന്നിച്ച് ക്രോഡീകരിച്ചുകൊണ്ട് ആത്മാർത്ഥമായിട്ടുള്ള പ്രവർത്തനം കാഴ്ചവെച്ചതിൻ്റെ ഫലമാണ് ഇന്നിപ്പോൾ 102 സീറ്റുകൾ കൂടിയിട്ട് അധികാരത്തിൽ വരാൻ സാധിച്ചത്. ഈ കഴിഞ്ഞ മാർക്സിസ്റ്റ് പാർട്ടി ഭരണത്തിനെതിരെ ഇവിടുത്തെ എല്ലാ ജനവിഭാഗങ്ങളും ഒന്നിച്ച് വോട്ട് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും വി.ഡി. സതീശൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്.